നമസ്കാരം. എറണാകുളത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ മകന് ബാംഗ്ലൂർ MBAക്ക് പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പഠനം നടക്കുന്ന സമയത്ത് അവൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. വണ്ടിയെ കയറിയ സമയത്ത് ബസ്സിലാണ്, വലിയ പൈസ ടിക്കറ്റുള്ള ബസ്സാണ്. കയറിയ സമയത്ത് തൊട്ടടുത്ത് ഇവൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ കയറിയിരുന്നു. എന്നിട്ട് ആൾ ചോദിച്ചു, നീ അങ്ങോട്ടാ? ഞാൻ എറണാകുളം. ഉടനെ ഇയാൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു, അയാൾ എറണാകുളത്തേക്കാണ്. അയാൾ പറഞ്ഞു, എറണാകുളത്തേക്ക് കൊണ്ടുപോകുമ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിലെ അയാളുടെ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു മരുന്നാണ്. ഈ മരുന്ന് അവിടെ കൊടുത്തേക്കാമെന്ന് ചോദിച്ചു. ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്, അല്ലെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നീ എറണാകുളത്തേക്ക് ആകുമ്പോഴത്തേക്ക് നീ കൊടുത്താൽ മതിയല്ലോ, ഇങ്ങനെയാണിപ്പോൾ ഞാൻ അതിനായിട്ട് തന്നെ മെനക്കെട്ടാലോ എന്ന് ചോദിച്ചു. അപ്പം ഈ സ്റ്റുഡൻ്റായ കുട്ടിക്ക് അത് സത്യമായിരിക്കും എന്ന് കണക്കൂട്ടി, ഞാൻ കൊടുക്കാം അങ്ങളെ എന്ന് പറഞ്ഞ് ഈ മരുന്ന് മേടിച്ച്, ഈ മരുന്ന് മേടിക്കുന്ന ഇയാൾ തന്നെ ഇവൻ്റെ ബാഗ് തുറന്ന് ബാഗിനകത്ത് വെച്ചു. ഒരു ചെറിയൊരു ബോക്സ് ഇത്രയേ ഉള്ളൂ. അവനവിടെ വെച്ചു. അവനവിടെ വെച്ച് ഇറക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ നിന്റെ ടിക്കറ്റ് ഞാൻ എടുത്തോളാം, കാരണം ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് മെനക്കേടും ആവും, ടിക്കറ്റ് എടുക്കണ്ടേ. നല്ല പൈസ ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് പറഞ്ഞാൽ ഇയാൾ എടുത്തു. കണ്ടക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ടിക്കറ്റ് എടുത്തു വിട്ടു. അത് കഴിഞ്ഞ് അവൻ അവിടെ ചെല്ലുന്ന എറണാകുളത്ത് ഇറക്കുന്ന പാടെ ഇയാൾ നോക്കിയിരിക്കുക മരുന്ന് മേടിക്കാൻ. ഇയാൾ അന്നേരം മരുന്ന് കൊടുത്തു, അങ്ങ് തിരിച്ചു പോയി. പിന്നീട് ഇവൻ പോകുന്ന സമയത്ത് വീണ്ടും ഇയാൾ നോക്കി വന്നിട്ട് ഇതേപോലെ തന്നെ തന്നു. അപ്പൊ ഇയാൾക്ക് എന്തോ ഒരു പ്രാവശ്യം അങ്ങനെ വന്നു, 2 പ്രാവശ്യം അങ്ങനെ വന്നപ്പോൾ ഇയാൾക്ക് എന്തോ ഡൗട്ട് തോന്നിയപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇയാൾക്ക് പോക്കറ്റ് എവിടെയാണ് 1000 രൂപയുടെ കൊടുത്തു. ഞാൻ ഇരിക്കട്ടെ, 1000 രൂപ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 3ാമത്തെ യാത്രയ്ക്ക് ഇവർ ഈ പോക്കറ്റ് എവിടെ കിട്ടുന്ന പറഞ്ഞാൽ അയാളെ ചുറ്റും നോക്കി അയാൾ എവിടേക്കും ഉണ്ടോന്ന്. അപ്പൊ അയാളെ നോക്കി ഇരുന്നിട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രഗ്സിന്റെ ഒരു കണ്ണിയായിട്ട് മാറി. ഓരോ യാത്രയിലും അവൻ പുറത്തു കൊടുന്നു, അവൻ കൊണ്ടേ കൊടുക്കുന്നു, പുറത്തു കൊടുന്നു. ഇങ്ങനെയാണ് ഓരോ കുട്ടികളെ ഇവർ വഴി തെറ്റിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഡ്രഗ്സ് വിൽക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള മരുന്നാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നലെയുള്ളോ ഇന്ന് വിടില്ല, ഇനി വരികില്ല യാത്രക്കാരാ, മുൻപിലതാ നിൻ കബറിടമല്ലോ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ, സമൂഹത്തെ നശിപ്പിച്ചിട്ട് പണം ഉണ്ടാക്കിയാൽ ഇത് എവിടെ കൊണ്ടേ വെക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.